10,000 പേർക്കിരിക്കാവുന്ന പൂർണ്ണമായും ശീതീകരിച്ച വളരെ മനോഹരമായ ഒരു വിവാഹ പന്തൽ. 10 പവൻ ആഭരണവും മനോഹരമായ വസ്ത്രങ്ങളും സദ്യയും. പ്രവാസി വ്യവസായിയായ കോക്കൂർ മുക്കുന്നത്ത് അരക്കൽ അഷ്റഫിന്റെയും മറിയക്കുട്ടിയുടെയും മകന്റെ വിവാഹവേദി നിർധനരായ 25 യുവതികളുടെയും മാംഗല്യ പന്തലായി മാറി. എല്ലാവരുടെയും വിവാഹം ഒരേ വേദിയിൽ നടത്തണമെന്ന് ആഗ്രഹിച്ചു. അതിനൊത്ത മണ്ഡപം കിട്ടാത്തതിനാൽ 3 കോടിയോളം രൂപ ചെലവഴിച്ച പാണംപടയിലെ വയലിൽ ഒരു പന്തലൊരുക്കി. അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് തത്സമയം. അരുൺ, വിവാഹങ്ങൾ നമ്മൾ ഓരോന്നും കാണാറുണ്ട്, ആർഭാടമായി നടത്തുന്നവരുണ്ട്, വളരെ ലളിതമായ ചുരുക്കത്തിൽ നടത്തുന്നവരുണ്ട്. എങ്ങനെ നടത്തണമെന്നൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. പക്ഷേ മറ്റു മനുഷ്യരെ കൂടി ചേർത്ത് പിടിച്ച് എല്ലാവരെയും ഒന്നാക്കി നിർത്തി ഇങ്ങനൊരു സമൂഹ വിവാഹം പോലെയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അതൊരു മനോഹരമായ കാഴ്ചയാണ്. എല്ലാ മനുഷ്യനെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു നല്ല കാഴ്ച. ഈ വിവാഹം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അത്തരത്തിലുള്ള ഒരു സങ്കല്പങ്ങളുണ്ടാകും, അത്രമേൽ ആഗ്രഹങ്ങളുണ്ടാവും. ആ ആഗ്രഹങ്ങളുടെയൊക്കെ സഫലമാകുന്ന ഒരു വേദി കൂടിയാവും വിവാഹവേദി. പക്ഷേ ഇവിടെ എടപ്പാളിൽ ഈ അഷ്റഫ് അറക്കലിൻ്റെ മകൻ മുഹമ്മദ് ഫൈസലിൻ്റെയും വധുവായ സാനിയുടെയും വിവാഹം നടക്കുമ്പോൾ അഷ്റഫ് 25 വധുവരന്മാരുടെ ആഗ്രഹങ്ങൾ കൂടിയാണ്, 25 ദമ്പതിമാരുടെ ആഗ്രഹങ്ങൾ കൂടിയാണ് സഫലമാക്കിയത് എന്നുള്ളതാണ്. സ്വന്തം മകൻ്റെയോ മകളുടെയോ വിവാഹം നടത്തുമ്പോൾ അഷ്റഫ് അത് വളരെ തൻ്റെ ഇഷ്ടപ്രകാരമുള്ള രീതിയിൽ തന്നെ ഈ ശീതീകരിച്ച വിവാഹ പന്തലിൽ 10 പവൻ സ്വർണ്ണാഭരണങ്ങളൊക്കെ നൽകിയാണ് വിവാഹം നടത്തുക. അതേപോലെ തന്നെ ഈ 25 പേരുടെയും അതേ ഡ്രസ് കോഡിൽ ഇവരണിഞ്ഞ അതേ വസ്ത്ര രീതിയിൽ തന്നെയാണ് മറ്റ് വധുവരന്മാർ. അത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്, വയനാട് നിന്നും കണ്ണൂർ പാലക്കാട് നിന്നുള്ളവർ ഒക്കെ ഉണ്ട്. അതിൽ ആദ്യമായി ഈ ഒരു അഷ്റഫിന് കൈ കൊടുക്കുമ്പോൾ ഒരു വധു വിതുമ്പുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹ സഫലീകരണത്തിന് കൂടി, അവരുടെ ഒരു സ്വപ്നത്തിന് കൂടി സാക്ഷിയായ വേദി കൂടിയാണ് ആ വിവാഹവേദി. അപ്പോൾ അതിനെല്ലാം ഒരു നേതൃത്വം കൊടുക്കാൻ, അല്ലെങ്കിൽ അതെല്ലാം സഫലമാക്കാൻ ഈ അർക്കൽ അഷ്റഫിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു മനോഹര കാഴ്ച തന്നെയാണ്. അതിൽ പല മതസ്ഥരിൽപ്പെട്ടവരുണ്ട്. ഇതിൽ എല്ലാം നൽകുന്ന ഒരു സന്ദേശം കൂടിയുണ്ട്. സ്നേഹമാണ്, മനുഷ്യത്വമാണ്, ഈ സഹവർത്തിത്വമാണ്. ഇതെല്ലാം ആ വിവാഹവേദിയിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. കാണുമ്പോൾ തന്നെ മനസ്സിന് അത്രമേൽ ഒരേ സമയം ചെറിയൊരു കണ്ണീരണിഞ്ഞുകൊണ്ടുള്ള, അത്തരത്തിൽ നമ്മൾ ആനന്ദ കണ്ണീരെന്നൊക്കെ പറയുന്ന പോലെ അത്തരത്തിൽ മനസ്സിനെ ഉള്ളിലേക്ക് ഇറങ്ങി തട്ടുന്ന ഒരു കാഴ്ച കൂടിയായി ആ വിവാഹവേദി എന്ന് പറയുന്നത്. എല്ലാ വധുവരന്മാർക്കും ഒപ്പം തന്നെ അറക്കൽ അഷ്റഫിന്റെ മകൻ ഫൈസലിനും സാനിക്കും വിവാഹ ആശംസകൾ കൂടി ഇത് കാണുന്നവർ മനസ്സുകൊണ്ട് നേരുന്നുണ്ട്. ശരി, എന്തായാലും വളരെ നല്ല ഒരു കാഴ്ച. എല്ലാവരെയും ഒന്ന് ചേർത്ത് ഒന്നിച്ച് നിർത്തി ഒരു സമൂഹ വിവാഹം പോലെ സംഘടിപ്പിച്ചു. സ്വന്തം കുടുംബത്തിന്റെ ഒരു ആഘോഷം മാത്രമായി ഒതുങ്ങേണ്ടിയിടത്തു നിന്ന് അത് ഒരുപാട് പേരെ ഒന്ന് ചേർത്ത് നിർത്തി ഒരാഘോഷമായി നടത്തുമ്പോൾ അത് വലിയ സന്തോഷമാണ്. മറ്റുള്ളവർ കൂടി മാതൃകയാക്കി എടുക്കാവുന്നതാണ്. ആർഭാട കല്യാണം വേണ്ട എന്നല്ല, അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കൂടി നടത്തുമ്പോൾ അത് കൂടുതൽ മാധുര്യമേറും. ഓരോ വർഷവും നമ്മൾ ആലോചിക്കുമ്പോൾ എന്നുള്ളതാണ്.